മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ പെട്ടെന്നായിരുന്നു മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി. രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന വലിയൊരു അഴിമതി ഉണ്ടായിട്ടും ഒന്നും ഉരിയാടാതെ അദ്ദേഹം എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് രാജിവെച്ചതെങ്കിലും അത് തൊണ്ട തൊടാതെ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ധൻഖറിന്റെ രാജിയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ടാവും. അതുകൊണ്ടാണ് ഒരു വാക്കുപോലും പറയാനാവാതെ ഒളിവിലിരിക്കേണ്ടി വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ സംയുക്ത ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയെ അനുമോദിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു രാഹുലിന്റെ പരാമർശം. പഴയ ഉപരാഷ്ട്രപതി എവിടെ പോയെന്നും എന്തിനാണ് ഒളിച്ചിരിക്കുന്നതെന്നും പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു. ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയാത്ത ദയനീയാവസ്ഥയിൽ എവിടെയോ അദ്ദേഹം ഒളിച്ചിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ ജൂലൈ 21-ന് ആരോഗ്യകാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പെട്ടെന്നാണ് ധൻഖർ രാജിവെച്ചത്. പക്ഷേ ഈ നിലപാട് തീർത്തും BJPയുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ് ഉള്ളതെന്ന് വ്യക്തമാണ്. അതിനിടെ പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ഇന്ത്യ സഖ്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച BJPയുടെ തന്ത്രം പാടി പൊളിഞ്ഞു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി ഇന്ത്യ സഖ്യം അതേ നാണയത്തിൽ തന്നെ BJPക്ക് മറുപടിയും നൽകിയിട്ടുണ്ട്. ജയിക്കാനുള്ള മത്സരമല്ല എന്ന് ബോധ്യമുണ്ടായിട്ടും സ്ഥാനാർത്ഥിയുടെ യോഗ്യതയിലും പ്രാഗൽഭ്യത്തിലും ഇന്ത്യ സഖ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. തമിഴ്നാട്ടിൽ സ്ഥാനാർത്ഥിക്ക് ബദലായി DMK നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമെന്നായിരുന്നു മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രചരണം. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. മികച്ച വിധി പ്രസ്താവങ്ങളിലൂടെ പേരെടുത്ത ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നിഷ്പക്ഷനായ സുപ്രീം കോടതി മുൻ ജഡ്ജിയെ വേണോ, അതല്ല കേവലം RSS പാരമ്പര്യം മാത്രമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവ് വേണോ എന്ന ചോദ്യമാണ് മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ആന്ധ്രയിലെ തെലുഗുദേശം പാർട്ടിക്ക് മുമ്പാകെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉയർത്തിയത്. RSS സ്ഥാനാർത്ഥിക്കെതിരെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം മാനിക്കുമെന്ന വാക്ക് പാലിച്ചാണ് ഇന്ത്യ സഖ്യത്തിനു വേണ്ടി DMK മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസിന് സ്വീകാര്യമാകാതെ വന്നപ്പോൾ കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചത്. ഭരണഘടന അപകടത്തിലാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ BJP ഏറെക്കുറെ അട്ടിമറിച്ച് കഴിഞ്ഞുവെന്നും ഇന്ത്യ സഖ്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട നിയമജ്ഞനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധത ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണെന്ന് പ്രതിപക്ഷത്തിന് തെളിയിക്കാനായി.